നിലമ്പൂരിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 2 ആഴ്ച മാത്രം. 18 സ്ഥാനാർത്ഥികളാണ് ഇപ്പോഴുള്ളത്. നാളെ അറിയാമോ എത്ര സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്ന്. കാരണം കുറച്ചുപേരൊക്കെ ഇനിയും പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേയധികം സ്വതന്ത്രന്മാരാണ്. 4 സ്ഥാനാർത്ഥികൾ എന്ത് വന്നാലും ഉണ്ടാകും. PV അൻവർ, മോഹൻ ജോർജ്, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത്, നമ്മുടെ എം സ്വരാജ്, പ്രധാനപ്പെട്ട 4 സ്ഥാനാർത്ഥികൾ. അവരെന്ത് വന്നാലും ഉണ്ടാകും. മറ്റ് സ്വതന്ത്രരും SDPIക്കാരനുമുണ്ട്. SDPIക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മിസ്റ്റർ PV അൻവർ നിങ്ങൾ പത്രിക പിൻവലിച്ച് SDPIക്ക് പിന്തുണ നൽകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്ത് വന്നാലും നടപ്പില്ല. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ നിലമ്പൂരിലെ ചിത്രം. ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. ഞാൻ പറയാൻ വരുന്നത് അക്കാര്യമല്ല. ചിത്രമൊക്കെ തെളിയട്ടെ, നമുക്ക് അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ രാഷ്ട്രീയത്തിൽ വലിയ ചതിക്കുഴി തോണ്ടിയ ഒരു മനുഷ്യനുണ്ട്. നിലമ്പൂരിൽ ചതിക്കുഴി തോണ്ടിയ ഒരേ ഒരു വ്യക്തി VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ചതിക്കുഴിയിൽ വീണത് ആരാണ്? PV അൻവറാണോ? അല്ല. PV അൻവർ കൃത്യമായി തടിതപ്പി രക്ഷപ്പെട്ടു. PV അൻവർ കുഴി തോണ്ടി ഇട്ടത് മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയുമാണ്. അത് പിന്നൊരിക്കൽ പറയാം. അത് വേറൊരു ചതിവിൻ്റെ കഥയാണ്. PV അൻവർ അങ്ങനെ കൊടും ചതിയനാണ്. പക്ഷേ നിലമ്പൂരിൽ കേരളത്തിലെ ആരെയും അയാൾ ചതിക്കാൻ നിന്നില്ല എന്നതാണ് വാസ്തവം. നിലമ്പൂരിൽ ചതിക്കപ്പെട്ട വേറെ 2 വ്യക്തികളുണ്ട്. ഒന്ന് K സുധാകരൻ, കുറച്ച് മുന്നേ തന്നെ ചതിക്കപ്പെട്ട് പുറത്തായി. VD സതീശനാണ് വലിയ ചതിയൻ്റെ റോൾ എടുത്തത്. വലിയ ചതിവിൽ പെട്ടതാകട്ടെ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും. അപ്പോൾ നിങ്ങൾ എനിക്ക് നേരെ വിരൽ ചൂണ്ടും. എന്താണോ ഇയാൾ പറയുന്നത്? അവർ ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകളല്ലേ? രമേശ് ചെന്നിത്തല എന്നാൽ സൂപ്പർ സീനിയർ നേതാവല്ലേ? VD സതീശനേക്കാൾ വലിയ നേതാവല്ലേ കോൺഗ്രസിൽ? മുൻ പ്രതിപക്ഷ നേതാവല്ലേ? മുൻ ആഭ്യന്തരമന്ത്രിയല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വാക്കുകളുണ്ട്. UDFന്റെ സമുന്നത നേതാവല്ലേ? മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവല്ലേ? അദ്ദേഹത്തെ VD സതീശൻ എന്ത് പറഞ്ഞ് ചതിക്കും? എന്ത് പറഞ്ഞാണ് അദ്ദേഹത്തെ ഒഴിവാക്കുക? VD സതീശൻ എങ്ങനെ ചതിക്കാൻ കഴിയും എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം. പക്ഷേ VD സതീശൻ ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരനാണ്. VD സതീശൻ പറഞ്ഞേ നടന്നു. എന്താണ് പറഞ്ഞത്? PV അൻവറിനെതിരെ ഞാൻ UDF വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു നടന്നില്ലേ? PV അൻവർ UDFന് പുറത്തായി, UDF ഇനി PV അൻവറിനെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കെതിരെയാണ് വിമർശനം വന്നത്? മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും കേരള രാഷ്ട്രീയവുമൊക്കെ വിരൽ ചൂണ്ടിയത് VD സതീശന് നേരെയാണ്. VD സതീശൻ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണമെന്ന് UDFിലെ മുന്നണിയിലെ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു. UDF മുന്നണിയിലെ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു, നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി VD സതീശനായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ മാത്രമല്ല. ഞാനല്ല പറഞ്ഞത്, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പറഞ്ഞു UDF നിലമ്പൂരിൽ തോൽക്കും. BJPയുടെ വോട്ട് കച്ചവടം നടന്നാലും BJPയുടെ വോട്ട് ഒരു 13,555 വോട്ട് നവ്യ ഹരിദാസ് വാങ്ങിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്കെതിരെ നവ്യ മത്സരിച്ചപ്പോൾ നേടിയ 13,555 വോട്ട് വില കൊടുത്ത് വാങ്ങിയാൽ പോലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ആ വോട്ടുകളൊക്കെ PV അൻവർ അപ്പുറത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോകും, കുറേ വോട്ട് പിടിക്കും. പിന്നെന്താണ്, എം സ്വരാജ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് UDFന് വിനയാകും എന്നൊക്കെ VD സതീശന് റിപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ആര് തോൽക്കും? ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തി. അതുപോലെ തന്നെ കോൺഗ്രസ് വിലയിരുത്തി. ആര്യാടൻ ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥിയല്ല എന്ന് പാർട്ടി നേരത്തെ നിശ്ചയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിലെ നേതാക്കൾ, മുസ്ലിം ലീഗ് നേതൃയോഗം കൂടിയപ്പോഴും പറഞ്ഞു. മാത്രമല്ല UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത വേദിയിലേക്ക് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും വരാതെ തന്നെ VD സതീശന്റെ നടപടികൾക്കെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം പാണക്കാട് കുടുംബം നടത്തുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് VD സതീശന് കുരു പൊട്ടി. VD സതീശൻ മനസ്സിലാക്കി താൻ ഒറ്റപ്പെടുകയാണ്. ഈ പടക്കപ്പലിൽ താൻ ഒറ്റയ്ക്കാണ്. തൻ്റെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു. രാത്രി രാഹുൽ മാങ്കൂട്ടത്തിലെ തലയിൽ മുണ്ടിട്ട് പറഞ്ഞയച്ചു, അൻവറെ ഒന്ന് ഇപ്പം മത്സരിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടു. അതും പൊട്ടിപ്പാളിഷായി. കാരണം അപ്പോൾ തന്നെ വീഡിയോ ലൈവായിട്ട് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനുനയ ചർച്ച ലൈവ്. തീർന്നില്ലേ കഥ? അതും പൊട്ടിപ്പാളിഷായി. അപ്പോൾ VD സതീശൻ മറ്റ് സ്ഥലങ്ങളിൽ ഇടപെട്ടതുപോലെ ഇവിടെ അങ്ങോട്ട് മലപ്പുറത്ത് വിത്തെറിഞ്ഞിട്ട് മുളയ്ക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. കുരു പൊട്ടി ഇരിക്കവെയാണ് VD സതീശന് അടുത്ത ബുദ്ധി തോന്നിയത്. തന്നെ കൊണ്ട് ഈ കുഴിയിൽ ചാടിച്ചത് ആരാണ്? ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതാരാണ്? അവരുടെ പേര് ഓപ്പണായിട്ട് വിളിച്ചു പറയുക. ഞാൻ എന്തിനാണ് ഈ കുരിശിൽ കിടന്ന് പീഡകൾ സഹിക്കുന്നത്? VD സതീശൻ വിളിച്ചു പറഞ്ഞു, അൻവറിനെ പുറത്താക്കണം, അൻവറിനെ ഒപ്പം കൂട്ടേണ്ടതില്ല എന്ന ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത്
പാവമായ വി ഡി സതീശനായ ഞാനല്ല. അതിന് നേതൃത്വം കൊടുത്തത് രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ്. തീർന്നില്ലേ കഥ? ചതിയനാരാണപ്പോൾ? ചതിക്കപ്പെട്ടതാരാണപ്പോൾ? ചതിയൻ വി ഡി സതീശൻ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വി ഡി സതീശൻ ചതിയനാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കെ സുധാകരൻ കുറച്ചു മുന്നേ വിളിച്ചു, വി ഡി സതീശ വഞ്ചക എന്ന് വിളിച്ചു. വി ഡി സതീശൻ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണ് കെ സുധാകരൻ അവിടെ നിന്ന് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഗെറ്റ് ഔട്ട് ആയത്, അതായത് പുറത്തായത്. അതുകൊണ്ട് ഇപ്പോഴാ എന്താണ് വി ഡി സതീശൻ ചതിയനാകുന്നത് എങ്ങനെയാണ്? രമേശ് ചെന്നിത്തലയെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പുറത്തോട്ട് എടുത്തിടുന്നു. രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് PV അൻവറിനെ UDF-ൽ എടുക്കണ്ട എന്ന തീരുമാനത്തിന് നേതൃത്വം കൊടുത്ത ചർച്ച നയിച്ചത്. ആ ചർച്ചയിലാണ് തീരുമാനമായത് PV അൻവറിന് വേണ്ട. അങ്ങനെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും മുന്നിൽ കൊണ്ടിടുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഇവർ നേരിടട്ടെ, ഞാൻ എന്തിനാണ് ഇതൊക്കെ എടുക്കണം? അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറഞ്ഞത് എന്തായി? പി കെ കുഞ്ഞാലിക്കുട്ടിയും UDF അല്ല മുസ്ലിം ലീഗും പറഞ്ഞെന്താണ്? ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ വി ഡി സതീശനാകും ഉത്തരവാദിയെന്ന്. പന്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുന്നതിന് ഉത്തരവാദി ആരാകും? പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയുമാകും. വി ഡി സതീശൻ കൈകഴുകി രക്ഷപ്പെടും. കാരണം എന്താണ്? PV അൻവർ വോട്ട് പിടിച്ചു കൊണ്ടുപോകും. ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ കടുത്ത പരാമർശങ്ങൾ നടത്തും. അവിടെ നടന്ന അവിഹിതമായ ഇല്ലീഗലായ കൂടിക്കാഴ്ചകളും ഇടപാടുകളെക്കുറിച്ചും കൃത്യമായ നിരീക്ഷണങ്ങൾ അൻവർ നടത്തും. അതുമാത്രമല്ല, മമതയുടെ ലക്ഷ്യം കോൺഗ്രസിനെ മുട്ടുകുത്തിക്കുക എന്നതാണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അൻവർ അവസാന ശ്വാസം വരെ പോരാടും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയും വി ഡി സതീശൻ നാറുകയും ചെയ്താൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ നാറുകയും ചെയ്താൽ ആ നാറ്റം സഹിക്കാൻ വി ഡി സതീശന് വയ്യ. ആ നാറ്റം രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടി സഹിച്ചാൽ മതിയാകും. അതുകൊണ്ട് നേരെ പറഞ്ഞു, PV അൻവറിന് എതിരെയുള്ള UDF-ന്റെ വാതിൽ കൊട്ടിയടച്ചത് രമേശ് ചെന്നിത്തലയാണ്, ആ കുറ്റിയിട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചതിയൻ, നിലമ്പൂരിലെ ചതിയൻ ചന്തു ആരാണ്? ചതിയൻ ചന്തു ആരാണ്? KC വേണുഗോപാൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. ചതിയൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെയാണ്.